പ്രിയമുള്ളവരെ, അമ്മ ത്രേസ്യയുടെ ആത്മീയതയുടെ അല്ലെങ്കിൽ അഭ്യന്തരഹർമ്മ്യത്തിൻ്റെ അന്തസത്ത ഈ കൊടുത്തിരിക്കുന്ന വാക്കുകളിലുണ്ട്. ഒന്നും നിങ്ങളെ ശല്യപ്പെടുത്തരുത്, നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടരുത്, എല്ലാം കടന്നു പോകും. ദൈവത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത്. ക്ഷമ എല്ലാം നേടിത്തരുന്നു. ദൈവത്തെ സ്വന്തമാക്കിയവന് മറ്റൊന്നും വേണ്ട, ദൈവം മാത്രം മതി. ധ്യാനിക്കുക, ദൈവത്തെ മാത്രം സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ മറ്റുള്ളതെല്ലാം ഒന്നൊന്നായിട്ട് നമ്മിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വിനീത്. ഞാൻ ആലപ്പുഴ അർത്തുങ്കലിൽ നിന്ന് വരുന്നു. യൂട്യൂബിലൂടെയാണ് ഞാൻ ഈ അഭ്യന്തരഹർമ്മ്യം എന്ന ധ്യാനത്തെക്കുറിച്ച് അറിയാനിടയായത്. ഇവിടെ വന്നപ്പോൾ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷവും വളരെ ശാന്തമായിരുന്ന് ധ്യാനിക്കുന്നതിനുള്ള അവസരങ്ങളുമാണ് ഇവിടെ ഉള്ളത്. 9 ദിവസത്തെ ധ്യാനം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയെങ്കിലും ഈ 9 ദിവസങ്ങൾ കടന്നു പോയത് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. ജേക്കബച്ചൻ്റെ ക്ലാസ്സുകൾ, അതായത് അമ്മ ത്രേസ്യയുടെ അഭ്യന്തരഹർമ്മ്യത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകൾ, അത് വളരെ ലളിതമായി വ്യാഖ്യാനിച്ചു തരാൻ അച്ഛന് സാധിച്ചു. അച്ഛൻ്റെ പ്രധാനമായി ഇവിടെ 3 തരം ശുശ്രൂഷകളായിരുന്നു. ഒന്ന്, ഞങ്ങളുടെ ഫാമിലി ട്രീയുടെ വിശുദ്ധീകരണം, നമ്മളുടെ തന്നെ ഓർമ്മയിലുള്ള മനസ്സിൻ്റെയും നമ്മുടെ ചിന്തയുടെയും വിശദീകരണം. ഇതെല്ലാം വളരെ നല്ലൊരു വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടുത്തെ ആഹാരവും താമസവും, അതുമാത്രമല്ല ഇവിടുത്തെ അന്തരീക്ഷവും, പിന്നെ ഇവിടുത്തെ സൈലൻസും, അത് മറ്റ് ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അച്ഛൻ രാവിലെ നമുക്കിവിടെ മെഡിറ്റേഷൻ തരുന്നുണ്ട്. ഞങ്ങളുടെ സമയങ്ങളെല്ലാം വളരെ കൃത്യമായി പാലിക്കുന്നു. അതുമാത്രമല്ല വൈകുന്നേരത്തെ ഈവനിങ് വാക്ക്, ഇതെല്ലാം മറ്റ് ധ്യാന കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് എനിക്കിവിടെ ഒരു പുതുമ തോന്നി. സാധിക്കുന്ന എല്ലാവരും ഇവിടെ വന്ന് പങ്കെടുത്താൽ ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പു തരാൻ പറ്റും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സോഡി. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ ആഭ്യന്തരകർമ്മ ധ്യാനത്തെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ധ്യാനത്തിന് വരാൻ സാധിച്ചതിന് ആദ്യം തന്നെ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഈ ധ്യാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ എനിക്ക് വരാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 1% പോലും സാധ്യതയില്ലാത്ത ഒരു ധ്യാനമായിരുന്നു. കാരണം 9 ദിവസമാണ് ഇവിടുത്തെ ധ്യാനം. പക്ഷേ എൻ്റെ പ്രതിസന്ധികളെല്ലാം സുരക്ഷിതമായി ദൈവം മാറ്റി നിർത്തി. അതായത് മനുഷ്യരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തകർച്ചയായിട്ട് തോന്നും. പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്, ദൈവത്തിന് ഒരിക്കലും അതൊരു തകർച്ചയല്ല, പരിപാലനയുടെ വിവിധ വഴികളാണ്. അപ്പോൾ എനിക്ക് തകർച്ചയായിട്ട് തോന്നിയാലും ദൈവം എന്നെ സുരക്ഷിതമായിട്ട് ഇവിടെ കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചു. പിന്നെ ഈ ആഭ്യന്തരകർമ്മ ധ്യാനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ ഒരു അവസാന വാക്കായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നമുക്ക് തന്നെ വേണ്ടിയുള്ള പ്രാർത്ഥനയും ഇനി വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും, ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഫ്രീ ആയി. എനിക്ക് ഒരുപാട് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നെപ്പോലെ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ അക്കോമഡേഷന്, ഞങ്ങളിവിടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം വളരെ ശാന്തതയിലും ഒത്തിരി സമാധാനത്തിലുമാണ്. എല്ലാത്തിനും ദൈവത്തിന് ഒരുപാട് നന്ദി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെയ്സൺ ജേക്കബ്. ഞാൻ കോവലങ്ങാട് നിന്ന് വരുന്നു. ഈ ധ്യാനം എന്നെ പരിചയപ്പെടുത്തിയത് ഒരു യൂട്യൂബ് ചാനലാണ്. നന്മമരം എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ ഈ ധ്യാനത്തെക്കുറിച്ച് അറിയുന്നത്. വേറെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഇത് നിശബ്ദ ധ്യാനമാണ് എന്ന് കേട്ടപ്പോൾ ഞാൻ ഏറെക്കാലം ആഗ്രഹിച്ചിരുന്ന ഒന്നാണല്ലോ, ആ ഒരു സുവർണ അവസരമാണ് എനിക്ക് കൈവന്നിരിക്കുന്നത് എന്ന ചിന്തയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് 3000-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള കർമ്മല ആധ്യാത്മികതയിൽ നിന്നും രൂപം കൊണ്ട ഒരു ധ്യാന രീതിയാണ് ഇത്. ഈ ധ്യാന രീതിക്ക് ഇന്ന് കാണുന്ന രൂപവും ഭാവവും ഒക്കെ നൽകിയത് സഭയിലെ വലിയ മിസ്റ്റിക്കുകളിൽ ഒരാളായ ആവിലായിലെ വിശുദ്ധ ത്രേസ്യയാണ്. ഈ ധ്യാനത്തിൽ ഇവിടെ സംഭവിക്കുക ദൈവാത്മാവും മനുഷ്യാത്മാവും കൂടെ ഒന്നാകുന്ന ഒരു സുന്ദര സുരഭില നിമിഷങ്ങൾ. കുറച്ചുകൂടെ ലളിതമായി പറയുകയാണെങ്കിൽ
ദൈവം നമ്മെ സൃഷ്ടിച്ചു, നാം അവിടുത്തെ സൃഷ്ടികൾ മാത്രം. ഈ ലോകത്തിൽ ഇങ്ങോട്ട് വിട്ട ദൈവം നമ്മളെ തിരിച്ചു പിടിക്കുമ്പോൾ നമുക്ക് ദൈവത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഈ ഒരു ഹ്രസ്വമായ യാത്രയാണ് ഈ ലോക ജീവിതം. ഈ യാത്രയിൽ നാം എപ്പോഴും ദൈവത്തോട് കൂടിയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, നമ്മളും നമ്മുടെ ആത്മാവും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലൗകിക മോഹങ്ങൾ, നമ്മുടെ സ്വാർത്ഥ ചിന്തകൾ എല്ലാം നമ്മെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. അതായത് നമ്മുടെ കോപം, പരദൂഷണം പറയുക, ആസക്തികൾ, ഇവയൊക്കെ ഈ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നു. എങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ് ദൈവത്തിലേക്ക് എത്തുവാൻ കൊതിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഴ്ചകളുണ്ടാകും. നമ്മൾ ആ വീഴ്ചകളിൽ നിന്നും വീണ്ടും എഴുന്നേൽക്കണം, വീണ്ടും വീണു പോകും. ആ വീണത്ത് തളർന്ന് കിടക്കരുത് എന്ന വലിയൊരു സന്ദേശമാണ് ഈ ധ്യാനത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. തുടർന്ന് ഈ ധ്യാനം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കുക ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിൽ ഒന്നിനും സമയമില്ലാതെ തിരക്ക് പിടിച്ചുപായുന്ന ഒരു ജീവിതമാണ് നമ്മുടേത്. ഈ തിരക്കുകൾക്കൊക്കെ ഒരു 9 ദിവസത്തേക്ക് അവധി കൊടുത്തുകൊണ്ട്, അതായത് ലോകവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും TV ഇല്ല, ന്യൂസ് പേപ്പർ ഇല്ല, മൊബൈൽ ഫോണില്ല, യാതൊന്നുമില്ല. പരിപൂർണ നിശബ്ദതയിൽ ഞാനും എൻ്റെ ദൈവവും മാത്രം. ആ ഒരു നിമിഷം അത് അനുഭവിക്കുക തന്നെ വേണം. അത് വാക്കുകൾക്ക് വർണ്ണിക്കാനാവുന്നതൊന്നല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ 1 മണിക്കൂർ എനിക്ക് സ്വച്ഛമായിട്ടൊന്നിരിക്കണമെന്നുള്ളത്. നാളുകളേറെയായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ 1 മണിക്കൂർ ആഗ്രഹിച്ച് എനിക്ക് എത്രയോ മണിക്കൂറുകളാണ് എൻ്റെ തമ്പുരാൻ അനുവദിച്ചു തന്നത്. എൻ്റെ നാഥനുമായി ഞാൻ ഒന്നായിരിക്കുന്ന ആ നിമിഷങ്ങൾ. ഈ ഒരു മഹാഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഹായ്, ഞാൻ റീജ ബാബു. ഞാൻ മുംബൈയിലാണ് വന്നത്. എൻ്റെ വീട് ഇപ്പോൾ തൃശ്ശൂർ മാലയിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ധ്യാന കേന്ദ്രത്തിൽ വരുന്നത് തന്നെ. ഞാൻ എല്ലാ വർഷം ഓരോ ധ്യാനത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ദിസ് ടൈപ്പിൽ ഇങ്ങനത്തെ ധ്യാനത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. ആൻഡ് എനിക്ക് കാലത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒട്ടും കാലത്ത് എണീക്കാൻ പറ്റില്ല. 5:30-6 മണി കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് എണീക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ധ്യാനത്തിന് വന്നിട്ട് ഫസ്റ്റ് പ്രാർത്ഥിച്ചത് എനിക്ക് കാലത്ത് എനിക്കുള്ള ശക്തി തരാൻ വേണ്ടിയാണ്. ബിക്കോസ് എനിക്ക് 3:30 ആകുമ്പോൾ ഞാൻ കണ്ണൊക്കെ തുറക്കും. മീൻസ് ഒറ്റയ്ക്ക് തുറക്കേണ്ടതാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കില്ല, ഒന്നുമില്ല, എനിക്കറിയില്ല, പെട്ടെന്ന് കണ്ണ് ഉറങ്ങും ചെയ്യും. പക്ഷേ ധ്യാനത്തിന് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു അതെനിക്കിങ്ങനെ കൊന്ത ചെല്ലാൻ വേണ്ടിയാണ് ദൈവം പറയുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഞാൻ ഫസ്റ്റ് നോക്കി എനിക്ക് എണീക്കാൻ പറ്റിയില്ല. ഞാൻ പിറ്റേ ദിവസം ധ്യാനത്തിന് ആരാധനയ്ക്ക് കുറെ പ്രാർത്ഥിച്ചു. ഈശോ എനിക്കൊന്ന് കണ്ണ് തുറക്കാൻ സമ്മതിക്കുന്നുണ്ട് ദൈവം, പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഒട്ടും. ഞാൻ പിന്നെയും കിടക്കാൻ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന കഴിവൂടി തരണേന്ന് നെക്സ്റ്റ് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ഞാൻ അത് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ ഞാൻ. പക്ഷേ പിറ്റേ ദിവസം എനിക്ക് കാലത്ത് ഒരു 3:30 എണിച്ച് കരുണക്കൊന്ത ചെല്ലാൻ വേണ്ടി എനിക്ക് പറ്റിയുടെ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ഞാൻ ചെല്ലുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം ഇങ്ങനെ സൈലൻറ്റ് പ്രെയറായിട്ട് മനസ്സിലൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ശരിക്കും ഇവിടേക്ക് വന്നത്. പക്ഷെ ഇത് നല്ലൊരു അനുഭവമായിരുന്നു. എൻ്റെ പേര് ടിൻഡു. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ആദ്യമായാണ് ഇങ്ങനെ ആഭ്യന്തര കർമ്മ ധ്യാനത്തിനെ കുറിച്ച് അറിയാനും ഇവിടെ വന്ന് പങ്കെടുക്കാനും സാധിച്ചത്. പ്രത്യേക ഒരു അനുഭൂതി തന്നിരുന്നു. ഈ 9 ദിവസം നല്ല സമയം പോയത് അറിഞ്ഞില്ല. അത്ര അമ്മ ത്രേസ്യയുടെ ജീവിതാനുഭവം വെച്ച് പറഞ്ഞു തന്നത് ഒത്തിരി മനസ്സിലാക്കാൻ സഹായിച്ചു. എൻ്റെ പേര് ജോഷി, എൻ്റെ വൈഫ് മേരി. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ 9 ദിവസം ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ്റെ കൂടെ കഴിയാൻ തന്നെ സഹായിച്ചത് വളരെ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത്ര ഒരു ആത്മീയ അനുഭവം, ഒരു ബോധ്യം ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. അതുപോലെ തന്നെ പൂർവികരുടെ ശുദ്ധീകരണം, അത് ഞങ്ങളുടെ വരും തലമുറയ്ക്ക് ഒരു അനുഭവമായിരിക്കും തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ കുമ്പസാരം, ഇവിടുത്തെ സറൗണ്ടിങ്സ് വളരെ ശാന്തതയും ഒരു ഫ്രീഡമാണ്. നമുക്ക് അച്ഛനുമായിട്ട് എപ്പോഴും ഇൻട്രാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ദൈവത്തെ പറ്റി കൂടുതൽ അറിയാനും പ്രാർത്ഥനയും വിശുദ്ധിയും കൊണ്ട് നടക്കാനും നമുക്കൊരു പ്രചോദനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും നമ്മൾ പള്ളിയിലും ഇതൊക്കെ എല്ലാ ദിവസവും പോകുന്നതാണ്. പക്ഷെ നമുക്കൊരു ബോധ്യം കിട്ടിയത് ഇവിടെ നിന്നാണ്. ആത്മീയമായിട്ടൊരു ബോധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും
എല്ലാം കിട്ടിയത് ഇവിടെ നിന്ന് തന്നെയാണ്. അച്ഛൻ്റെ അറിവും അനുഭവ സമ്പത്തുള്ള വളരെ ഇൻഫോർമലായിട്ടുള്ള ക്ലാസ് വളരെ നല്ലതായിരുന്നു. പൗലോസ് സാറിൻ്റെ നല്ല കോർഡിനേഷനും നല്ലൊരു ടീമും വളരെ ശാന്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയറും എല്ലാം വളരെ നല്ലതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് കാതറിൻ ആൻഡോ. ഞാൻ കാക്കനാട് ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ധ്യാനത്തിൻ്റെ ആഭ്യന്തര കർമ്മിദാനം എന്ന് പറഞ്ഞ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ മമ്മിയുടെ ഫ്രണ്ടാണ് ഇവിടെ ധ്യാനം കൂടി, ഇവിടെ ഭയങ്കര സൈലൻസാണ്, നമുക്ക് ഈശോയിൽ കൂടുതൽ അടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ധ്യാനത്തിന് ഇങ്ങോട്ട് വന്നത്. ഇവിടെയാണേലും ഈശോയിലോട് കൂടുതൽ അടുക്കുവാനും ഓരോ നിമിഷവും നമ്മൾ ഈശോനെ സ്നേഹിക്കാനും എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ജസ്റ്റ് പ്ലേറ്റ് കഴുകുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഈശോയോടുള്ള സ്നേഹത്തെ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമുക്ക് രക്ഷിക്കാനുള്ള ഒരു ഇതും പിന്നെ പൂർവികരുടെ വിശുദ്ധീകരണത്തിന് ഉള്ള ഒരു പ്രയർ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. താങ്ക് യു.